ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫായിസ് ആൻഡ് ഹൈഫ. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. ബർത്ത്ഡേക്ക് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാണ്ട് പോണ വഴിക്ക്. അവരിൻ്റെ അടുത്ത് നേരെ ബർത്ത്ഡേക്ക് പോകണം. അത് കഴിഞ്ഞ് നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ട്രിപ്പും കൂടിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും കറങ്ങിയിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഗായ്സ്, നമുക്ക് വീട്ടിലോട്ട് പോവാം. ട്രിപ്പ് എന്ന് കേട്ടതും ഇതാ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരാൾ ഇപ്പം തന്നെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഇവിടെ. ആണല്ലേ? ഹലോ. ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ എത്തി. മറ്റേ ഫ്രണ്ട്സിനെ കൂട്ടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ റെഡിയായി എല്ലാവരും ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ പോയിട്ട് അറിയാം എന്താവുന്ന അവസ്ഥ. എത്ര പേരുണ്ട് എന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പോയിട്ട് വേണം നോക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ യാത്ര തുടങ്ങാം. എല്ലാവരും ഓരോരുത്തരായി റെഡി ആയി വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുത്തർ 2 പെട്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. പെട്ടി ഇവിടെ ഫോണിലിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഒരാൾ ബാക്കിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പിന്നെ 2-3 പേര് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശ്രീദേവി എന്തൊക്കെയാ പറയുന്നത്? ഒക്കെ വീഡിയോയിൽ വരും കേട്ടോ. പോവല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലാത്തവരൊക്കെ നിക്ക, ബാക്കി എല്ലാവർക്കും പോവല്ലേ? അങ്ങനെ ട്രിപ്പിന് പോകാൻ വേണ്ടി വണ്ടിയിലൊക്കെ കയറി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് വണ്ടി നിർത്തേണ്ടി വന്നു. കാരണം ഇവിടെ വന്നപ്പോൾ ആൾക്കാർ കുറച്ച് കൂടുതലായിരുന്നു. ഞങ്ങൾ ഏകദേശം 8 പേരുണ്ട് ടോട്ടൽ. 2 വണ്ടി വേറെ സ്പ്ലിറ്റാക്കി എടുക്കുക വിചാരിച്ചു. നമ്മൾ 4 പേര് ഒരു വണ്ടിയിലും വേറെ 4 പേര് വേറെ വണ്ടിയിലും ആയിട്ട് എടുത്തു. ഞാൻ പിന്നെ വണ്ടി നിർത്താനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും കൂടി ആയിട്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടുമ്പോൾ പിന്നെ വീഡിയോ എടുക്കൽ രണ്ടും പാടെ ബുദ്ധിമുട്ടല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും കണ്ട് അങ്ങനെ പോവാം. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു വിടുന്ന് ഏകദേശം 3.5 മണിക്കൂറുണ്ട് അങ്ങനെ എത്താൻ. വണ്ടി ഓവർടേക്ക് ചെയ്യും മോനെ. അപ്പുറത്തെ ലൈൻ പിടിക്ക്. ട്രെയിലറിന്റെ ബാക്കിൽ പോവാ. വേഗം കണ്ട് വിട്. പറപ്പിക്ക് പാപ്പ. മറ്റേ കാശ് എടുത്താ പറയല്ലോ 60 മുളക്ക് സൂചി പോകില്ല. അതങ്ങനെയല്ല രസം. അതായത് 70 റോഡല്ലേ, 70 ഭയങ്കര കരവീര. ഇതാരാ? തങ്കബലിയാരാ? അതിന് തങ്കബലിന്നും പേരിട്ടാ. എടാ, നമ്മൾ ഒരു ദിവസമല്ലേ സ്റ്റേ എടുക്കുന്നുള്ളൂ. അല്ല 10 ദിവസം. അല്ല, ഞാൻ പറഞ്ഞത്. ഇവിടെ വീഡിയോ ഞാൻ പറഞ്ഞു നമുക്ക് ആയതൊട്ടിട്ട് വീഡിയോസ് ഇങ്ങനെ ആക്കാം അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് അല്ല വേറെ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ് ട്രിപ്പിളാണ് പറഞ്ഞു. എന്നാ പിന്നെ ശരി, നമുക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ ആദ്യം ഇടാം. അതിനുശേഷം വല്ല വ്ളോഗ് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ ലാസ്റ്റത്തെ 2 വീഡിയോയിലൊക്കെ മെല്ലെ സംസാരിച്ചു തുടങ്ങിയില്ലേ. ഇന്ന് എല്ലാവരും സംസാരിക്കാന്ന് പറഞ്ഞിരിക്കണ്. എന്നിട്ടാ കൂടെ കൂട്ടിക്കണ്. ഇല്ല, അല്ലെങ്കിൽ കൊണ്ടുവരണല്ലോ. അല്ലെ UK കൊടുത്ത സ്ഥലങ്ങൾ കാണിക്കാനല്ലേ. അതൊക്കെ ഒരു കാലം. എന്താ മോനെ വെറുത്തല്ലേ. ഇവിടെ പ്രേമിക്കാന്നുള്ളത് എല്ലാവർക്കും പറ്റും. പക്ഷെ പ്രേമിച്ച പെണ്ണെ കെട്ടണ്ടേ. യൂട്യൂബും തുടങ്ങി. ഇപ്പൊ ടോട്ടല് എല്ലാവരും കാണാണ്. നിന്റെ വോയിസ് ഒക്കെ മോനെ അതില് വരും കേട്ടോ.
അതായത് ആൾക്കാര് ഇവന്റെ കഞ്ചാവ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും. പണ്ട് മറ്റേ ഓരോ നാട്ടിൽ പോണ ആൾക്കാരെ ആരും ഉണ്ടാവില്ലോ ഇതില് വരില്ലോ. നാട്ടിന്ന് അതാ നിന്റെ അപ്പനൊക്കെ ഇത് കാണുന്ന ഞങ്ങൾക്ക് എന്റെ മോനിക്ക് പറ്റി സൗണ്ട് ഒക്കെ മാറില്ലോ വിചാരിക്കട്ടോ. ശ്രദ്ധിച്ചോണം. ഇനിയിപ്പോ ഇവരെ പേടിക്കണല്ല. ഇന്നത്തെ പോക്കിന്റെ ഒരു പ്രത്യേകതയാണ് ചിൽ വിത്ത് ഐഫ. കാണില്ല, രാത്രി ആയതുകൊണ്ട് ഒന്നും ക്ലിയർ ഇല്ല അങ്ങോട്ട്. നല്ല സുഖമുണ്ടില്ല ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് വണ്ടിയിലൊക്കെ പോവാന്. അല്ല മറ്റേ ഡ്രൈവ് ചെയ്യുമ്പോഴേ നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോ എന്താ പറയാ, കുഴപ്പമില്ല, വ്യൂകള് കാണാം. അതുപോലെ തന്നെ ബാക്കിൽ സീറ്റ് അവിടെ നമ്മള് ലഗേജുകൾ വെച്ചിരിക്കണത്. ഞങ്ങളുടെ ജാക്കറ്റ്, മറ്റേ ട്രാവൽ ട്രോളി. ഇനി നമ്മുടെ ട്രിപ്പുകൾക്ക് മൊത്തം ഈ വണ്ടിയാണ്. നമ്മൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഫുള്ള് ചില്ലാണ്. ചില്ലായിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. എന്താ പോലെ ചിരിച്ചോണ്ടിരിക്കണേ, എന്തെങ്കിലും പറഞ്ഞത് എനിക്ക്. ഇതിന് ടോപ്പിക്കോ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളിങ്ങനെ ചില്ലടിച്ച് പോവല്ലേ. പക്ഷെ ഇത് എത്ര മണിക്കൂറിന്റെ അവിടെ എത്താൻ? കുറെ നേരമല്ലോ വണ്ടിയിലേക്ക്. അപ്പൊ എത്ര നേരം? എന്താ കഥ? വീഡിയോ കറക്റ്റായി കിട്ടാൻ വേണ്ടി ഹൈഫന്റെ ഓരോ ടെക്നിക്കുകൾ ഇതൊക്കെ പൊക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ചിട്ട് 3:45 പാവം റെഡി ആയി നിൽക്കണതാണ് ഹൈഫ. ട്രിപ്പ് വേണ്ട പെട്ടി ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് കേൾക്കാ പോവല്ലേ എന്ന്. ഞാൻ എന്നിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങളെ കാത്ത് നിൽക്കണം. നിങ്ങൾ ഇറങ്ങുമ്പോൾ എത്ര മണിയായി? 5 മണിന്റെ മേലെ ആയിക്കണം. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ആദ്യമായിട്ട് അത്രയും ലോങ്ങുള്ളൊരു ബർത്ത്ഡേക്ക് പോണത്. പാവൻ്റെ സീനൊക്കെ ഉറങ്ങി ക്ഷീണിച്ച്. ഇനി ഏകദേശം 1 മണിക്കൂറുണ്ട്. കൂട്ടത്തിലുള്ള എല്ലാവരും ഉറങ്ങി. ഞാൻ കുറച്ച് വീഡിയോ എടുത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവറായ അനസ് ഉറങ്ങില്ല എന്നും പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇതാ ഐഫ 2 ഉറക്കം കഴിഞ്ഞു. നീ ഉറങ്ങും, നിന്റെ മണ്ടയ്ക്ക് കിട്ടുന്നുണ്ടെന്ന്. അതാ സർവീസ് കാണുന്നു. വണ്ടി കയറ്റി അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നല്ല തണുപ്പാണ്. നമ്മളെല്ലാം ക്യാപ്ചർ ചെയ്യണം, നമ്മുടെ എല്ലാ മൊമെന്റ്സും എല്ലാവരും അറിയണ്ടേ. നമ്മുടെ അടുത്ത വണ്ടിയിലെ ആൾക്കാർ വന്നിട്ട് ട്രിപ്പ് പോകണം പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? തണുക്കുണ്ടോ? ജാക്കറ്റ് ഇടാണ്ട് പുറത്തിറങ്ങിക്കണേ തണുക്കാണ്ടിരിക്കും. പിന്നെ അടുത്ത ടീമുകളൊക്കെ ബാക്കിലായിരുന്നു. ഫുൾ തണുപ്പാണ് വൈസ്. ഇവിടെ ജാക്കറ്റ് ഇല്ലാണ്ട് യുകെയിലൊന്നും അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു ഷർട്ട് മാത്രം ഇറങ്ങും. എൻ്റെ ഒപ്പം ട്രിപ്പിന് വന്ന ടീമുകളാണ്. ബർത്ത്ഡേക്ക് പോണ ഒരു ട്രിപ്പിന് ഇറങ്ങിയിട്ട് അങ്ങനത്തെ ഒരു സാധനം വാങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിക്കാം. നമുക്ക് ഗിഫ്റ്റ് വല്ലതും കിട്ടുമോ നോക്കട്ടെ. ഒരു വെറൈറ്റി ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാവും. ഇവിടെ എല്ലാം ഉണ്ടോ? എൻ്റെ ഒരു സിഗരറ്റ് കട. ഇവിടെ ഗിഫ്റ്റ് കാർഡൊന്നും കാണാനില്ലല്ലോ. എവിടെ ഹൈഫാ? അങ്ങനത്തെ കടയിലൊക്കെ വന്ന് ഗിഫ്റ്റ് കാർഡ് കണ്ടിട്ട് എവിടെ ഗിഫ്റ്റ് കാർഡ്? ഇത് ഗിഫ്റ്റ് കാർഡൊന്നുമല്ല, അത് ഗ്രീറ്റിംഗ് കാർഡാണ്. ഗ്രീറ്റിംഗ് കാർഡ് ഗിഫ്റ്റ് കാർഡ് അറിയാത്തവരെ കൊണ്ട് ട്രിപ്പ് വന്നിട്ട് മോനെ ഗ്രീറ്റിംഗ് കാർഡല്ല, ഗിഫ്റ്റ് കാർഡ്. ചോദിച്ചു നോക്ക്. ഒരു കടയിൽ കയറി അവിടെ ഇല്ല, ഇപ്പൊ അടുത്ത കടയിൽ കയറി നോക്കണം. ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്, പക്ഷെ ചാൻസ് ഇല്ല. മെയിൻ കോർഡിനേറ്ററാണ് ട്രിപ്പിൻ്റെ, ശ്രീദേവി തോട്ടുങ്കൽ വേണം. ഇത് അങ്കിത് പെറ്റിക്കൽ വെന്നി. കോർഡിനേറ്റർ അലൻ. ഇങ്ങോട്ട് നോക്കൂ അനസേ. ഇതൊക്കെയാണ് മെയിൻ കോർഡിനേറ്റേഴ്സ്. ഇവരൊന്നും ഗിഫ്റ്റ് കാർഡ് വാങ്ങാണ്ട് നമ്മുടെ സർവീസിൽ കൊണ്ട് നിൽക്കുക. എന്തായാലും വന്നുകൊണ്ട് റിഫ്രഷ്മെന്റ് ഒക്കെ ആയി. ഇനി ഇവിടുന്ന് നേരെ തിരിക്കും. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടല്ലോ, അവിടെ വന്നില്ല. എൻ്റെ വൈഫിന് വെറൈറ്റി ഐറ്റംസേ പറ്റുള്ളൂ. എടുത്തിക്കണ ഇതാണ്. ഇതെന്താ സാധനം ഒന്നും അറിയില്ല. എന്താണ് ക്രീമി എഗ്ഗോ? ഇതത്ര വേണ്ടത്. ഐസ്ക്രീം വേണം വേണ്ടിട്ട് കയറിയതാ. എന്നിട്ട് വാങ്ങിയ സാധനം ഇതും. എല്ലാ കടയിലും കയറി മുട്ടായി ഇങ്ങനെ നോക്കും, എന്നിട്ട് വല്ലതും വാങ്ങുന്നില്ല. എന്തോ ഇത് ബൂസ്റ്റാ? വേമ പോവാം. ഉറപ്പാ? തണുപ്പിൻ്റെ കൊണ്ട് എല്ലാവരും വേഗം വണ്ടി കൂടി. ആ മുട്ടായി തിരിച്ചും വെച്ച് വേറെ എന്തൊക്കെയോ എടുത്തിട്ട് വന്നിട്ടുണ്ട്.
ഇനിയുണ്ട് ഏകദേശം 1 മണിക്കൂർ യാത്ര. അപ്പോൾ ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളും കണ്ട് അങ്ങനെ പോവാം. യാത്ര ചെയ്ത് അവസാനം ഞങ്ങൾ ഏകദേശം എത്തിയിരിക്കണു. ഇവിടെ ഡ്രൈവറൊക്കെ ഉറങ്ങി ക്ഷീണിച്ചു. ഇപ്പോഴത്തെ ഒരു ഇതെന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ സർവീസിലൊക്കെ പോയി ഗിഫ്റ്റൊക്കെ വാങ്ങാൻ നോക്കി. പക്ഷെ അപ്പത്തിന് സിനു അവൾക്കുള്ള ഗിഫ്റ്റ് റെഡിയാക്കി. ഇനി ബർത്ത്ഡേക്കാരുള്ള ഗിഫ്റ്റ് ഇവിടെ വല്ലതും കിട്ടുമോ നോക്കണം. ഓൾക്ക് മിഠായിയൊക്കെ വലിയ ഗിഫ്റ്റാടോ. നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. അങ്ങനെ കാത്തിരുന്ന് എന്താ ഒരു ടെസ്കോ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് വല്ല ഗിഫ്റ്റ് കാർഡും കിട്ടും നോക്കാൻ. പക്ഷെ നമ്മള് ഒരു വെറൈറ്റി ഗിഫ്റ്റ് കൊടുക്കുക വിചാരിച്ചു. അതാ മോനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാലോ. പിന്നെ സിനുവിൻ്റെ പ്രത്യേക ഒരു ഇതുണ്ട്. ഹൈഫാൻ്റെ നിക് നെയിമാണ് സിനു, അല്ലാണ്ട് വേറെ ഇതൊന്നുമല്ല. അവൾ പ്രത്യേകം പറയാൻ പറഞ്ഞത് എൻ്റെ ബാക്കിലിരുന്നിട്ട്. ഗിഫ്റ്റ് കാർഡും തപ്പിയുള്ള തെരച്ചിലാണ്. അവന് സ്വന്തം അനസ്ക, പിന്നെ ഹൈഫ കുട്ടി, ഞാനും. നോക്കട്ടെ സ്റ്റോറിൽ കയറി വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങണം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടി വരും. ഇതാ ഗിഫ്റ്റ് കാർഡ് ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഗിഫ്റ്റ് കാർഡുകൾ. ഈ കാണാത്ത ഗിഫ്റ്റ് കാർഡുകളാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഓരോ എന്താ പറയുക ഷോപ്പുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. ഗായ്സ് അങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് ഞങ്ങളിത് അവിടെ എത്തി. ഒന്ന് ഫ്രഷായി, ഫുള്ള് ഇരുട്ടായി. ഇവിടെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് നേരെ ബർത്ത്ഡേക്കാരത്തേക്ക് പോണ്. ഇനി അവനെ കണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അതിന് ശേഷം. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നാളത്തിന് ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പിൻ്റെ ഇതിനും കൂടി പോകാനുണ്ട്. അതിനുള്ള റൂമും കാര്യങ്ങളൊക്കെ നോക്കണം. വെയിറ്റിങ് വളരെ കുറവാണ് ഇവിടെ. എല്ലാവരും ഇവിടെ എത്തി. ഇപ്പം ബർത്ത്ഡേക്കാരൻ നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. മറന്നുപോയി. നിനക്കതറിയോ അമ്മ ആരാ? ആ ഹരിയല്ല പൊട്ടിച്ചേർന്നത്. അത് ഞാൻ തന്നെ കഴിക്കണം. പേപ്പർ പേപ്പർ എനിക്ക് പേപ്പർ കൊടുക്കില്ല. പിള്ളേർക്ക് കൊടുത്തു കിട്ടി താൻ തന്നെ പോകും. ഒരു വീഡിയോ
ഗായ്സ്, അപ്പോൾ ഡേ 1 നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു. എല്ലാവരും ക്ഷീണിച്ച് കുറേ പേര് അവിടെയൊക്കെ കിടക്കാൻ തുടങ്ങി. നമ്മളും കിടക്കാൻ പോണ്. റൂം നോക്കി വേറെ ഒന്നും റെഡി ആയില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇന്ന് കൂടാൻ വിചാരിച്ചു. ഇന്ന് കൂടി. ഇനി നാളത്തേത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബായ്.